ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എപ്പിസോഡ് 2 ലീഡ് ചെയ്യുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിലും അല്ലെങ്കിൽ എല്ലാവരും തന്ന ഫീഡ്ബാക്കിലും ഞങ്ങൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയി. ശരി. അപ്പോൾ ഞങ്ങൾ അത് ആ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി എന്നൊരു ആശയം ഉള്ളെടുക്കുന്നത് അതൊരു ജോയിൻറ്റ് ഡിസിഷൻ ആയിരിക്കണം. ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. കൂടുതൽ ഒരുമാനപ്പെട്ട എല്ലാവരും തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എല്ലാവരും കിട്ടിയതാണ്. അപ്പോൾ രണ്ടുപേരുടെയും സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ട് വേണം കുട്ടി എന്നുള്ളൊരു ആശയം നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മളിതൊരു കോൺസെപ്റ്റായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആശയം ഒരുമിച്ച് എടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ചും അതിലുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ചാലഞ്ചസിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ മെയിനായിട്ട് പ്രഗ്നൻസി പീരീഡിലുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, രണ്ടുപേരും ജോലിയെടുക്കും. ജോബും ഒരു ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ആണ്. എല്ലാവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം ഫിനാൻസാണ്. പിന്നെ അടുത്തത് ക്ലോസ് റിലേഷൻ. അപ്പോൾ കുട്ടി എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഞാൻ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ ജനനം കഴിഞ്ഞിട്ട് ഈ വയസ്സായ അവൻ്റെ കൂടെ, വയസ്സെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഉള്ളത് നല്ലതാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹയർ ചെയ്യണം പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് നമ്മൾ കുട്ടിയെ ഏൽപ്പിക്കുക. അതെ, കാരണം ആബ്സെൻ്റ് ആണ്, നമ്മൾ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺടാക്ട് ഇല്ല. അതൊക്കെ നമുക്ക് കാരണം. അതെ. അപ്പോൾ ഞങ്ങളിത് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത്, കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി എന്നൊരു ഗുണത്തിൽ ഉണ്ടായി കഴിയുന്ന ആ ഒരു സമയം മുതൽ ഫിസിക്കലായിട്ട് ആവുന്നതിന് മുമ്പ് തന്നെ കുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം, ആ രീതികളും ശീലങ്ങളും കുട്ടികൾ റിഫ്ലക്ട് ചെയ്യും. എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുന്നത്, സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ കുട്ടി ഗുണത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്ന മുതൽ ആ സാഹചര്യം കൊടുക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, അതിലൂടെ കുട്ടിക്ക് ഉണ്ടാകുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഭാവിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഇൻസൈറ്റ് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാ പേരൻസും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് സാറ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ വന്നിട്ട് ജെൻ ആൽഫ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അതിലൊരു 6 പോയിന്റ്സ് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കിട്ടിയത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടെക് സാവി എന്ന് പറയും. അത് ടെക്നോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ്. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിലെ എല്ലാ ആൾക്കാരും ടെക്നോളജി അഡാപ്റ്റഡ് ആണ്. നമ്മൾ ബാക്കിയുള്ള മാനുവൽ ലേബറിനേക്കാളും കൂടുതൽ ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡിവൈസുകളായിട്ട് ഡീൽ ചെയ്തിട്ടാണ് കുട്ടികൾ പഠനത്തിൽ ടെക്സ്റ്റ് ബുക്കിന് പകരം കൂടുതൽ ഡിവൈസുകൾ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യം. അപ്പോൾ അവർ ടെക് സാവി എന്നുള്ള കാറ്റഗറി, അതാണ് നേച്ചറാണ്, പ്രശ്നമല്ല ഒരിക്കലും. ഇന്നത്തെ കുട്ടികൾ ഗെയിംസ് ആയിട്ടും പിന്നെ മീഡിയ ആയിട്ടൊക്കെ കൂടുതലായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് മൾട്ടി ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ ഓഡിയോ ആയിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാനാണ് ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യം. അപ്പോൾ നമ്മളെ ഒരു പർട്ടിക്കുലർ ചാനലിലേക്ക് നമുക്ക് ചാനൽ ചെയ്ത് വിടാൻ കുട്ടികളെ ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് മൾട്ടി ടാസ്കിംഗ് ആണ്. അതെ. പിന്നെ ഹൈലി കണക്റ്റഡ് സോഷ്യലി, അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഭയങ്കര കൂടുതൽ. ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് ഈ ഗ്ലോബലി എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്, കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന കുട്ടി അമേരിക്കയിൽ ടീച്ച് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിയിൽ ടീച്ച് ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യലി ഭയങ്കര കണക്റ്റഡ് ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷനാണ്. പിന്നെ നാലാമത് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ കോൺഷ്യസ് ആണ്. അവർ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, ഈ കാര്യങ്ങൾ അത് സ്കൂളിൽ തന്നെ തുടങ്ങും. ഇപ്പോഴത്തെ ജനറേഷൻ അതാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റന്റ് ഇട്ട് കൊടുത്താൽ മതി, കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മൾ വിചാരിക്കാനും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ അവർക്ക് മനസ്സിലാക്കാനും പറ്റും, അവർ കൂടുതലായിട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലം സോൾവറാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ കണ്ടെത്തുന്നു, സെർച്ച് ചെയ്യുന്നു. അത് അവർ ആ കാര്യത്തിൽ അടിപൊളിയാണ് എന്ന് പറയാനില്ല. നമ്മുടെ ഒരു കാലം, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ കാലഘട്ടം പോലും നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യാൻ മാറിയിട്ടില്ല. ഇന്നത്തെ ചെറിയ കുട്ടികൾ വരെ, 2 വയസ്സുള്ള കുട്ടികൾ മുതൽ അവർ പ്രശ്നം ഉണ്ടാക്കാനുള്ള സൊല്യൂഷൻസ് അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ. ശരി. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ 6 പോയിന്റ്സിൽ ഒന്നും കൂടി എന്താ പറയുക, ഷോർട്ടർ അറ്റൻഷൻ സ്പാൻ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷനിൽ വന്നിട്ട് തിയറി ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് പോകും. ഇപ്പോഴത്തെ കുട്ടികൾ വന്നിട്ട് തിയറി എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കില്ല. അവർക്ക് പെട്ടെന്ന് 15 സെക്കൻഡ് 15 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ മൈൻഡ് മാറാൻ പോകുന്ന പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ്. കൂടുതലും റീൽസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 15 വയസ്സിനിടയിലുള്ള കുട്ടികൾ കൂടുതൽ ആക്റ്റീവ് ആകാൻ കാരണം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അവർ യൂട്യൂബും പിന്നെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ വന്നിട്ട് ഭയങ്കര ബിസിയാണ്. അവർ ആ ഭാഗത്തിലാണ് കൂടുതൽ ചിന്ത. അപ്പോൾ അവർ ചാനലൈസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോട്ടിവേഷൻ വേണം. എങ്കിൽ മാത്രമാണ് അവർ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ പാരന്റിക്കൽ ആപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ആശയം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു കിട്ടിയൊരു പ്രൈമറി ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇൻഫർമേഷനൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ
ഞങ്ങൾ 3 മാസം പ്രഗ്നൻറ്റ് ആ പ്രഗ്നൻറ്റ് ആ പ്രഗ്നൻസി പീരീഡിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. കാരണം ഇന്ന് ഒരുപാട് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ല. ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നടന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അത് നമുക്ക് അടുത്തോടെ കാണാം. ബൈ ബൈ.